ഹായ് ഓൾ, വെൽക്കം ടു റിലയൻറ്റ് അക്കാഡമി. നമ്മളിന്ന് സ്റ്റോൺസ്, ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇനി നോക്കുന്നത്. അപ്പോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൺസ്ട്രക്ഷൻ പർപ്പസസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റിംഗ് ചെയ്യുവാണെങ്കിലും അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ബോഡി, കോൺക്രീറ്റിൻ്റെ ബോഡി എന്ന് പറയുന്നത് തന്നെ അഗ്രിഗേറ്റ്സ് ആണ്. അതേപോലെ സ്റ്റോൺ മേസണറി, അതിന് സ്റ്റോൺ വേണം. ഇപ്പോൾ ഒരു ഹൈവേ അല്ലെങ്കിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയും നമുക്ക് സ്റ്റോൺസ് അല്ലേ, അഗ്രിഗേറ്റ്സ്, സ്റ്റോൺസ്, ക്രഷ്ഡ് സ്റ്റോൺസ് നമുക്ക് ആവശ്യമാണ്. റെയിൽവേയിലാണെങ്കിൽ നമുക്കറിയാം ബല്ലാസ്റ്റാണ് ലോഡ് ഗ്രൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെ അല്ലേ. അപ്പം എല്ലായിടത്തും ഒരു കൺസ്ട്രക്ഷൻ പർപ്പസസിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് ഏത്, സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോൺസ് നമുക്ക് ആ സ്റ്റോൺസിൻ്റെ അതേ രൂപത്തിലല്ല നമുക്ക് കിട്ടുന്നതല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ്, എൻ്റെ നാച്ചുറലി ഒക്കൂറിങ് റോക്സ് പൊട്ടിച്ചെടുത്ത്, പാറ പൊട്ടിച്ചെടുത്തിട്ടാണ് നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് നമ്മൾ സ്റ്റോൺസിനെ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ നാച്ചുറലി ഒക്കൂർ ചെയ്യുന്ന റോക്സിൽ നിന്നും സ്റ്റോൺസിനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്, ആ പൊട്ടിച്ചെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ക്വാറിയിങ് എന്നും പറയും. നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക്, സ്യൂട്ടബിൾ സൈസ്, ഷേപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് എന്നും പറയും അല്ലേ. യെസ്, നമുക്കറിയാം റോക്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് ക്രസ്റ്റിൻ്റെ ഒരു പോർഷനാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറോ ഷേപ്പോ ഒന്നും തന്നെയില്ല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ അതിനുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് മിനറൽസ്, ഓർഗാനിക് മാറ്റേഴ്സ് എല്ലാം ചേർന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ് റോക്സ്. പലതരത്തിൽ റോക്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ റോക്സിൽ നിന്നുമാണ് നമുക്ക് പല രീതിയിലുള്ള സ്റ്റോൺസ് കിട്ടുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടതും അത് തന്നെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണിത്. നമുക്ക് റോക്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കണം. അതേപോലെ ടെക്സ്ചർ ആൻഡ് ഫ്രാക്ചർ ഓഫ് റോക്സ്, പിന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റ് ഓൺ സ്റ്റോൺസ്, ക്വാറിയിങ് ഓഫ് സ്റ്റോൺസ്, ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺസ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റോൺസ്. എന്നാൽ അതേപോലെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ്, അതായത് മെയിൻലി 3 രീതിയിലാണ് നമ്മൾ റോക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 1 ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 2 ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് 3rd one ഈസ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ഏതായിരുന്നു, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, second physical, third type is chemical. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഫോർമേഷൻ, ഏത് രീതിയിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജിയോളജിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മോഡ് ഓഫ് ഫോർമേഷൻ, ഏത് രീതിയിലാണ് അത് ഫോം ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട്. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ, അതിൻ്റെ അപ്പിയറൻസിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്വൻ്റ് ഏതാണ് അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പോർഷനാണിത്. അതുകൊണ്ട് ഒരാൾ പോലും അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് 1 ഇഗ്നിയസ് റോക്ക്, second sedimentary rock, third is metamorphic rock. Okay, igneous rocks, sedimentary rocks and metamorphic rocks. നമുക്ക് ഇൻ ഷോർട്ട് സിം എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, S for sedimentary, I for igneous, M for metamorphic rocks, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം. Then physical classification എന്ന് പറയുന്നതാണ് stratified rocks, second is unstratified rocks, third is foliated rocks. ഓക്കെ, അങ്ങനെ 3 രീതിയിൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും റോക്സിനുണ്ട്. ദെൻ തേർഡ് ടൈപ്പ് ഈസ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്നതാണ് സിലീഷ്യസ് റോക്ക്, argillaceous rock, and third type is calcareous rocks. Okay, നമുക്ക് in short സാക്ക് എന്ന് ഓർത്തിരിക്കാം. സാക്ക്, സിമ്മും സാക്കും. ഓക്കെ,
നമുക്കങ്ങനെ ഓർത്തിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, അല്ലെങ്കിൽ ജിയോളജിക്കലി റോക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായി. ഓക്കെ, ഇനി നമുക്ക് ഈ ഇഗ്നിയസ് റോക്സ് ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ബേസ്ഡ് ഓൺ ദി ഡെപ്ത് ഓഫ് ഫോർമേഷൻ. എവിടെയാണ്, എത്ര ഡെപ്തിലാണ് അത് ഫോം ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ചിട്ട് ഇഗ്നിയസ് റോക്സ് ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് പ്ലൂട്ടോണിക് റോക്സ്, second is volcanic rocks, and third one is hyperbizal rocks. അങ്ങനെ 3 രീതിയിൽ ഇഗ്നിയസ് റോക്സിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇഗ്നിയസ് റോക്സ് നോക്കാം. അതായത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫസ്റ്റ് വൺ ഏതാണ്? ഇഗ്നിയസ് റോക്സ്. ആ പേര് തന്നെ ഉണ്ട്. ഇഗ്നിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് വിച്ച് ഈസ് മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹീറ്റ് ഓർ ഹീറ്റ് റിലേറ്റഡ് സംതിങ്. ഓക്കെ, അതായത് എന്തോ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം ആണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്നും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഹീറ്റിൽ നിന്നും അല്ലെങ്കിൽ ഹീറ്റിനോട് റിസംബിൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും നിന്നും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇഗ്നിയസ് റോക്സ് എന്നുള്ളത് ആ പേരിൽ തന്നെയുണ്ട്. നമുക്കറിയാം നമ്മുടെ എർത്ത് കോറിൽ ഒരുപാട് മോൾട്ടൺ മെറ്റൽസും മിനറൽസും ഒക്കെ ഉണ്ട് അല്ലെ. ഈ മോൾട്ടൺ മെറ്റൽസ് മിനറൽസ് ഒക്കെ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് കാരണം അവയെല്ലാം മെൽറ്റ് ചെയ്യും. അങ്ങനെ ഉരുകി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മാഗ്മ എർത്ത് സർഫസിലേക്ക് ഗ്രേറ്റ് പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത്. അങ്ങനെ വലിയ പ്രഷറോടുകൂടി വലിയ പ്രഷർ എക്സേർട്ട് ചെയ്ത് വലിയൊരു സ്ഫോടനത്തോടു കൂടിയാണ് അത് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെ. അങ്ങനെ പുറത്തേക്ക് ഈ മാഗ്മ വരുമ്പോൾ അത് എർത്ത് സർഫസിന്റെ മുകളിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ലാവ എന്ന് പറയും അല്ലെ. ലാവയായിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ഈ പറയുന്ന ഈ മാഗ്മ സോൾഡിഫൈ ചെയ്ത്, അതായത് കൂൾ ഡൗൺ ചെയ്ത് സോൾഡിഫൈ ചെയ്തുണ്ടാവുന്നതാണ് ഇഗ്നിയസ് റോക്സ്. അതായത് തണുത്തുറഞ്ഞ് ഉണ്ടാകുന്നതാണ് ഇഗ്നിയസ് റോക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് as the result of solidification of molten magma lying above or below the earth surface. ഓക്കെ, നമ്മളിവിടെ കീവേഡായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാസ് അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കീവേഡ്. മോൾട്ടൺ മാസ് അല്ലെങ്കിൽ മോൾട്ടൺ മാഗ്മയിൽ നിന്നും ഫോം ചെയ്തിട്ട് സോൾഡിഫൈ ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള തണുത്തുറഞ്ഞ് ഫോം ചെയ്തിട്ടുള്ളതാണ് ഇഗ്നിയസ് റോക്സ്. ഈ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് എർത്ത് സർഫസിന്റെ എബവ് ആവാം അല്ലെങ്കിൽ ബിലോയിലും ഫോം ചെയ്യാം. ഓക്കെ, ഇനി അതാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫോർമേഷനിൽ വരുന്നത്. അതായത് എവിടെയാണോ അത് ഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ട്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇഗ്നിയസ് റോക്സ് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക്, രണ്ടാമത്തേത് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഓക്കെ, ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് ആ പേര് തന്നെ ഉണ്ട് അതിനുള്ള ആൻസറും. ഇൻട്രൂസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അകത്തല്ലേ, അകത്താണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ച് പുറത്തേക്ക് വരും, മാഗ്മ പുറത്തേക്ക് വരും, അതാണ് ലാവ. ഈ ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാവുന്നത്, അതായത് എർത്ത് സർഫസിന്റെ മുകളിൽ തണുത്തുറഞ്ഞ് ഉണ്ടാവുന്നതാണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക്. അപ്പൊ ഫോംഡ് എബവ് ദി എർത്ത് സർഫസ് എന്ന് പറയുന്നത് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഇനി അകത്ത്, അതായത് പുറത്തേക്ക് വരാതെ കുറച്ച് മാഗ്മ
കുറച്ചധികം മാഗ്മ ഈ സോൾഡിഫിക്കേഷൻ സംഭവിക്കുന്നത്, ആ മാഗ്മയ്ക്ക് സോൾഡിഫിക്കേഷൻ സംഭവിക്കുന്നത് എർത്ത് സർഫസിന്റെ ഉള്ളിൽ തന്നെയാണ്, അത് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ എർത്ത് സർഫസിന്റെ അകത്ത് തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇഗ്നിയസ് റോക്സ് ആണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഓക്കെ, അപ്പൊ എർത്ത് സർഫസിന് അകത്തായിട്ട് എർത്തിന്റെ ഉള്ളിലായിട്ട് തന്നെ കുറച്ച് മാഗ്മ ഇതുപോലെ തണുത്തുറഞ്ഞ് ഉണ്ടാവും. അതാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഈ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എയറുമായിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നില്ലല്ലോ, അത് അതിന്റെ ഉള്ളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ പതിയെയാണ് കൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൂൾസ് സ്ലോലി. അവിടെ ഫോം ചെയ്യുന്നത് അതുകൊണ്ട് കോഴ്സ് ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ആ റോക്ക് എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് ആയിരിക്കും. ക്രിസ്റ്റൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, കാരണം അത് വളരെ പതുക്കെയാണ് കൂൾ ചെയ്യുന്നത്. സോൾഡിഫൈ ചെയ്ത് വരുന്നത് വളരെ പതുക്കെയാണ്. അതുകൊണ്ട് അത് എന്താണ് നമുക്ക് പറയാം, ഇറ്റ് കൂൾസ് സ്ലോലി ആൻഡ് ഫോം ചെയ്യുന്ന റോക്സ് എങ്ങനെയാണ്, കോഴ്സ് ഗ്രെയിൻഡ് ആണ് അല്ലെ, കോഴ്സ് ഗ്രെയിൻഡ് ആണ്. എന്നാൽ നേരെ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എടുത്താലോ? എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് നമുക്കറിയാം ലാവ വോൾക്കാനിക് ഇറപ്ഷൻ വഴി പുറത്തു വന്ന് അത് തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് ഇറ്റ് കൂൾസ് ഫാസ്റ്റ്. ഓക്കെ, കൂൾസ് ക്വിക്ക്ലി, വളരെ ക്വിക്കായിട്ട് തന്നെ അത് കൂൾ ചെയ്യും. ആൻഡ് അവിടെ ഫോം ചെയ്യുന്നത് ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. ക്രിസ്റ്റൽ ഗ്രോത്ത് വളരെ കുറവാണ് അവിടെ. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഇഗ്നിയസ് റോക്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെപ്ത് ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡെപ്ത് ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്ലൂട്ടോണിക് റോക്സ്, രണ്ടാമത്തത് വോൾക്കാനിക് റോക്സ്, മൂന്നാമത്തത് ഹൈപ്പർബിസൽ റോക്സ്. ഓക്കെ, based on the depth of formation, igneous rocks are further classified into plutonic rocks, volcanic rocks and hyperbizal rocks. Plutonic rocks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is formed അല്ലെങ്കിൽ solidification of the magma is at considerable depth from the earth surface. അതായത് മാഗ്മ കൂളായി സോൾഡിഫൈ ചെയ്യുന്നത് എർത്ത് സർഫസിൽ നിന്നും ഒരു വളരെ വലിയൊരു ഡെപ്തിലാണ്, അതായത് കുറെ അകത്തായിട്ടാണ്, നമ്മുടെ എർത്തിന്റെ ഒരുപാട് ഉള്ളിലായിട്ട് ഫോം ചെയ്യുന്നതാണ് പ്ലൂട്ടോണിക് റോക്സ്. എർത്ത് സർഫസിൽ നിന്നും ഒരു വളരെയധികം ഡിസ്റ്റൻസിൽ, വളരെയധികം ഡെപ്തിൽ ഫോം ചെയ്യുന്നതാണ് ഏത്, പ്ലൂട്ടോണിക് റോക്സ്. അപ്പം എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ദ കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ഫ്രം എർത്ത് സർഫസ്. അതാണ് അവിടുത്തെ കീവേഡ്, കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദി എർത്ത് സർഫസ്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പ്രോസസ്സ് എങ്ങനെയാണ്, അതായത് കൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്ലോലിയാണ് ഫോം ചെയ്യുന്നത്, കോഴ്സ് ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സും ആണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് കൺസിഡറബിൾ ഡെപ്തിലാണ് ഇത് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യവും അതേപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾസും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ്, ഗ്യാബ്രോ, ഗ്രാനോഡൈറൈറ്റ് ആൻഡ് ഡയറൈറ്റ്. ഓക്കെ, ഇതൊക്കെ സം ഓഫ് പ്ലൂട്ടോണിക് റോക്സ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രാനൈറ്റ്, ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഗ്രാനൈറ്റ് മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ബേസ്ഡ് ഓൺ ദി ഡെപ്ത് ഓഫ് ഫോർമേഷനിൽ ഇഗ്നിയസ് റോക്സിൽ വരുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാം. എക്സാമ്പിൾസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എക്സാമ്പിൾസ് റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഗ്രാനൈറ്റ് ഓർത്തിരിക്കുക. ഗ്രാനൈറ്റ് ഒരു ഇഗ്നിയസ് റോക്ക് ആണ്. ഇഗ്നിയസ് റോക്സിൽ തന്നെ പ്ലൂട്ടോണിക് റോക്സ് ആണ്. അതായത് കൺസിഡറബിൾ ഡെപ്ത്, സർഫസിനോട് കൺസിഡറബിൾ ഡെപ്തിലാണ് അത് ഫോം ചെയ്യുന്നത്. ഇനി വോൾക്കാനിക് റോക്സ് ആ പേര് തന്നെ ഉണ്ടല്ലേ, വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചിട്ട് അത് ലാവ പുറത്തു വന്ന് അത് കൂൾ ഡൗൺ ചെയ്തുണ്ടാവുന്നതാണ് ഏത്, വോൾക്കാനിക് റോക്സ്. അപ്പൊ നമുക്ക് പറയാം വെൻ മാഗ്മ റീച്ചസ് ദി എർത്ത് സർഫസ് ആൻഡ് ദ റോക്സ് ഫോം there,
അവിടെ ഫോം ചെയ്യുന്ന റോക്സിനെ നമുക്ക് വോൾക്കാനിക് റോക്സ് എന്ന് പറയാം. അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം? ഇതൊരു എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക് ആണ് അല്ലെ? അതെ, വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോം ചെയ്യുന്നത് ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇനി നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് പുറത്താണ്, സർഫസിന്റെ മുകളിൽ പുറത്താണ് ഫോം ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ ബസാൾട്ട് ആൻഡ് ട്രാപ്പ്. മെയിൻ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ എക്സാമ്പിൾസ് എന്തായാലും പഠിക്കുക. കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ബസാൾട്ട് ആൻഡ് ട്രാപ്പ് എന്ന് പറയുന്നതാണ് വോൾക്കാനിക് റോക്സിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഹൈപ്പർബിസാൾ റോക്സ് ആണ്. അപ്പൊ ഹൈപ്പർബിസാൾ റോക്സ് അപ്പൊ എന്തായിരിക്കും? ഹൈപ്പർബിസാൾ റോക്സ് എന്ന് പറയുന്നത് അറ്റ് ഷാലോ ഡെപ്ത്, അതായത് ഒരു സർഫസിൽ നിന്നും ഒരു ഷാലോ ഡെപ്തിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് കൂളിംഗ് ഓഫ് മാഗ്മ, ഇത് കൺസിഡറബിൾ ഡെപ്ത് നമ്മൾ പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്? കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് ഷാലോ ഡെപ്ത് ഫ്രം ദി എർത്ത് സർഫസ്. അതായത് അധികം ഡെപ്തിലേക്ക് പോയിട്ടില്ല, ഒരു ചെറിയൊരു ഡെപ്തിൽ, ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറി അകത്തേക്ക് അകത്ത് ഫോം ചെയ്തിട്ടുള്ള, അപ്പൊ എർത്ത് സർഫസിന് മുകളിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ, തൊട്ട് താഴെയായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഒരു വളരെ കുറച്ച് ഡെപ്തിൽ ഫോം ചെയ്യുന്നതാണ്, എർത്ത് സർഫസിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് ഹൈപ്പർബിസാൾ റോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഫൈൻ ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് തന്നെയാണ് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഡോളറൈറ്റ് എന്ന് പറയുന്നത്. ഡോളറൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇഗ്നിയസ് റോക്സുമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ അത് പറഞ്ഞു പോവാം. എന്താണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ജിയോളജിക്കലി റോക്സിനെ ക്ലാസിഫൈ ചെയ്യാൻ മീൻസ് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഫോർമേഷൻ റോക്സിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മോൾട്ടൺ മാസ് അല്ലെങ്കിൽ മോൾട്ടൺ മാഗ്മ സോൾഡിഫൈ ചെയ്ത് ഉണ്ടാവുന്നതാണ് അല്ലെ? ദിസ് റോക്സ് ആർ ഫോം ആസ് ദ റിസൾട്ട് ഓഫ് ദി സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മ. അത് നമ്മൾ 2 രീതിയിലാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന് എക്സ്ട്രൂസീവ്, ഒന്ന് ഇൻട്രൂസീവ്. ഇൻട്രൂസീവ് എന്ന് പറയുമ്പോൾ എർത്ത് സർഫസിന്റെ അകത്ത്, എക്സ്ട്രൂസീവ് എന്ന് പറയുമ്പോൾ എർത്ത് സർഫസിന്റെ പുറത്ത് ഫോം ചെയ്യുന്നതാണ്. ഇനി ഡെപ്ത് ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ട് ഇഗ്നിയസ് റോക്സിനെ നമ്മൾ പറയുന്നതാണ് പ്ലൂട്ടോണിക്, വോൾക്കാനിക് ആൻഡ് ഹൈപ്പർബിസൽ. പ്ലൂട്ടോണിക് എന്ന് പറയുമ്പോൾ ഒരു കൺസിഡറബിൾ ഡെപ്ത് ബിലോ ആണ് ഫോം ചെയ്യുന്നത്. വോൾക്കാനിക് എന്ന് പറയുമ്പോൾ എർത്ത് സർഫസിന് മുകളിലാണ് ഫോം ചെയ്യുന്നത്. ഹൈപ്പർബിസാൾ എന്ന് പറയുമ്പോൾ വെറും ഷാലോ ഡെപ്തിലാണ് അത് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലൂട്ടോണിക് റോക്കും, ബസാൾട്ട് ആൻഡ് ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു വോൾക്കാനിക് റോക്കും, അതുപോലെ ഡോളറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബിസാൾ റോക്കിലും പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇഗ്നിയസ് റോക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. അടുത്ത ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? സെഡിമെന്ററി റോക്ക് അല്ലെ? സെക്കൻഡ് വൺ ഈസ് സെഡിമെന്ററി റോക്ക്. സെഡിമെന്ററി റോക്സ് എങ്ങനെയാണ് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത്? അതായത് ഇപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്, ഇപ്പൊ ഓൾറെഡി ഒരു റോക്ക് ഉണ്ട്, അപ്പൊ ഈ റോക്സിന് വെതറിങ് സംഭവിച്ച്, വെതറിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്കൽ വെതറിംഗ് ഉണ്ട്, കെമിക്കൽ വെതറിംഗ് ഉണ്ട്, ബയോളജിക്കൽ വെതറിംഗും ഉണ്ട് അല്ലെ? ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഇപ്പൊ ഒരു റെയിൻ ഫിസിക്കൽ വെതറിംഗ് ആണ് നമുക്ക് പറയാം. അത് നിരന്തരമായിട്ട് അല്ലെങ്കിൽ വളരെ വർഷങ്ങൾ എക്സസീവ് ആയിട്ടുള്ള റെയിൻ നമ്മുടെ റോക്കിൽ വന്ന് അവിടെ ക്രാക്സ് ഫോം ചെയ്യുകയും ആ ക്രാക്സിൽ ഈ വാട്ടർ റീറ്റെയിൻ ചെയ്ത് അത് പിന്നീട് ഫ്രീസ് ചെയ്ത് ആ ക്രാക്ക് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ അത് പൊളിഞ്ഞ് അതിൽ നിന്നും സെഡിമെന്റ്സ് ഫോം ചെയ്യുന്നു. അപ്പൊ അതാണ് വെതറിംഗ്, ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. കെമിക്കൽ വെതറിംഗ് ആണെങ്കിൽ ആസിഡ് റെയിൻ മൂലം സെഡിമെന്റ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് കെമിക്കൽ വെതറിംഗിൽ പെടുത്താവുന്നതാണ്. ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പോഴോ, അതായത് ഈ പ്ലാന്റ്സിന്റെ അതുപോലെ തന്നെ ട്രീസിന്റെ ഒക്കെ റൂട്ട്സ് ഒക്കെ നമ്മുടെ റോക്സിന്റെ ചെറിയ ക്രാക്ക് ഒക്കെ ഉണ്ടാക്കി പെനിട്രേറ്റ് ചെയ്ത് അത് പിന്നീട് അത് ക്രാക്ക് വലുതായി അത് പൊട്ടിപ്പൊളിഞ്ഞ് സെഡിമെന്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതൊക്കെ ബയോളജിക്കൽ വെതറിംഗിലും പെടുത്താവുന്നതാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ വെതറിംഗ് സംഭവിച്ച ഈ റോക്ക് സെഡിമെന്റ്സിനെ ക്യാരി ചെയ്ത്, അതായത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനിൽ അത് ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഏജൻസ് ഉണ്ട്. അതാണ് വാട്ടർ, വിൻഡ്, അല്ലെങ്കിൽ ബൈ ഗ്രാവിറ്റി നമ്മുടെ ഈ സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എവിടെയെങ്കിലും ഒരു പോർഷൻ ലൈക്ക് ബോട്ടം ഓഫ് സീ അങ്ങനെ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പൈൻഡ് വെതറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഇറോഷൻ എന്ന് പറയും അല്ലെ.
ആൻഡ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് ഇറോഷൻ സംഭവിച്ച സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തു. അതിനെയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാജുവലി വർഷങ്ങളോളം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ആദ്യം ഒരു ലെയർ ഓഫ് സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം വളരെ വർഷങ്ങൾക്കുള്ളിൽ അടുത്ത ലെയർ ഓഫ് സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം ഇതുപോലെ ഡെപ്പോസിറ്റഡ് ആയി ലെയർ ബൈ ലെയർ ഡെപ്പോസിറ്റഡ് ആയി അതിന്റെ കൂടെ കുറച്ച് സിമെന്റിങ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ്, സിമെന്റിങ് ആക്ഷൻ ഉള്ള ബൈൻഡിങ് മെറ്റീരിയൽസ് കൂടി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് വന്ന് അങ്ങനെ ടോട്ടലി ഈ ബൈൻഡിങ് മെറ്റീരിയൽസ് ആയിരിക്കും ഇതിനെല്ലാത്തിനെയും കൂടെ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റോക്കായിട്ട് അത് ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. അതായത് ഗ്രാജുവൽ ഡെപ്പോസിഷൻ ഓഫ് ക്ലേ, ഡെബ്രിസ് എക്സെട്ര ബൈ സെറ്റിംഗ് വാട്ടർ, ജനറലി ബൈ സെറ്റിംഗ് വാട്ടർ. അപ്പം ലെയർ ബൈ ലെയർ ആയിട്ട് സെഡിമെന്റ്സ്, അതായത് ഡെബ്രിസ് അല്ലെങ്കിൽ ക്ലേ ഒക്കെ ബൈ വാട്ടറിന്റെ ഒരു പ്രസൻസോട് കൂടിയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഗ്രാജുവൽ deposition of clay or debris etc. clay and debris etc. generally by setting water. അതാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്സ് ഞാൻ പറഞ്ഞു ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് സെഡിമെന്ററി റോക്ക് ഒരു സ്ട്രാറ്റിഫൈഡ് റോക്കാണത്. എന്താണ് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട്. ദെൻ അക്വസ് റോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അക്വസ് റോക്സ് എന്നും നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് ജനറലി ഇറ്റ് ഈസ് സെറ്റ് ബൈ വാട്ടർ. അതുകൊണ്ട് അക്വസ് റോക്സ് എന്നും അത് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ സെഡിമെന്ററി റോക്സിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക, അത് ലെയർ ബൈ ലെയർ ആയിട്ട് ഫോം ചെയ്യും, സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു റോക്കാണത്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. അതിന്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, അതുപോലെ ഷെയിൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസിൽ ഇഗ്നിയസ് റോക്സ് എന്താണെന്നുള്ളതും സെഡിമെന്ററി റോക്സ് എന്താണെന്നുള്ളതും കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് മെറ്റാമോർഫിക് റോക്കാണ്. മെറ്റമോർഫിക് റോക്സ് അതായത് ഇപ്പൊ ഈ ഫോം ചെയ്തിട്ടുള്ള, അതായത് നമ്മളിപ്പോ പറഞ്ഞ ഇഗ്നിയസ് റോക്സിനും സെഡിമെന്ററി റോക്സിനും എക്സസീവ് ആയിട്ടുള്ള പ്രഷർ, ഹീറ്റ് അല്ലെങ്കിൽ എർത്ത് മൂവ്മെന്റ് ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഓൾട്രേഷൻ സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോക്സ് ആണ് മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ, അതായത് രൂപമാറ്റം സംഭവിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇഗ്നിയസ് റോക്സിനും സെഡിമെന്ററി റോക്സിനും ഒക്കെ രൂപമാറ്റം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ളതാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? എക്സസീവ് ആയിട്ടുള്ള പ്രഷർ ആവാം, എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് ആവാം, എർത്ത് മൂവ്മെന്റ് ആവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഓൾട്രേഷൻസ് സംഭവിക്കാം. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഇത് മെറ്റാമോർഫിക് റോക്സ്. അപ്പൊ നമുക്ക് പറയാം എന്താണ് മെറ്റാമോർഫിക് റോക്സ് ആർ ഫോം due to the alteration of pre-existing rocks by excessive heat and pressure, അതേപോലെ തന്നെ earth movement etc. അപ്പോൾ ഈ പല പല കാരണങ്ങൾ കൊണ്ടും ഓൾട്രേഷൻ സംഭവിക്കുന്നതാണ് ഏത് മെറ്റമോർഫിക് റോക്സ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അതാണ് മാർബിൾ, അതുപോലെ തന്നെ ക്വാർട്സൈറ്റ്, സ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് മെറ്റമോർഫിക് റോക്സിന്റെ കാറ്റഗറീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് 3 രീതിയിലുള്ള ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞല്ലേ. ഇനി ഈ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ മെറ്റാമോർഫിക് റോക്സിന് ഓൾട്രേഷൻ സംഭവിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, എക്സസീവ് പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം എന്നുള്ളത്. അപ്പൊ ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൈപ്സ് ഓഫ് മെറ്റാമോർഫിസം ഉണ്ട്. അതായത് ഏത് രീതിയിലാണ് അതിന് ചേഞ്ച്, ഓൾട്രേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് തെർമൽ മെറ്റാമോർഫിസം. തെർമൽ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ
എക്സസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കാരണമാണ് അതിന് ചേഞ്ച് അല്ലെങ്കിൽ ഓൾട്രേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സസീവ് ടെമ്പറേച്ചർ ആണ് അല്ലെങ്കിൽ എക്സസീവ് ഹീറ്റ് ആണ് റീസൺ എങ്കിൽ അതിനെ തെർമൽ മെറ്റാമോർഫിസം എന്നാണ് ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഡൈനാമിക് അല്ലെങ്കിൽ കാറ്റാക്ലാസിസ് മെറ്റാമോർഫിസം. ഇതെന്തുകൊണ്ടായിരിക്കാം? എക്സസീവ് ആയിട്ടുള്ള പ്രഷർ, എക്സസീവ് പ്രഷർ കൊണ്ട് രൂപമാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് ഡൈനാമിക് ഓർ കാറ്റാക്ലാസിസ് മെറ്റാമോർഫിസം ആണ്. മൂന്നാമത്തേത് റീജിയണൽ അല്ലെങ്കിൽ ഡൈനാമോ തെർമൽ. ഡൈനാമോ തെർമൽ, ഓക്കെ, ആ പേര് തന്നെ ഉണ്ടല്ലോ, ടെമ്പറേച്ചർ വരുന്നുണ്ട്, ദെൻ പ്രഷർ, അതായത് ബോത്ത് കൺഫൈനിങ് പ്രഷറും അതുപോലെ ഡയറക്റ്റ് പ്രഷറും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഡയറക്റ്റ് പ്രഷറും അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള പ്രഷറും ഒക്കെ അതിന് കാരണമാണ്. അതേപോലെ ഷിയർ സ്ട്രെസ്, ഇതെല്ലാം കാരണം ഉണ്ടാവുന്നതാണ് ഏത്? റീജിയണൽ അല്ലെങ്കിൽ ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഓരോന്നിനും കാരണം വരുന്ന കാരണം എന്താണോ അതിനനുസരിച്ചിട്ടാണ് മെറ്റാമോർഫിസത്തിന്റെ ക്ലാസിഫിക്കേഷൻസ് പോയിട്ടുള്ളത്. ഇനി ഈ മെറ്റാമോർഫിക് റോക്സ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റാമോർഫിക് റോക്സും അതിന്റെ ഒറിജിനൽ റോക്കും ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് മെറ്റാമോർഫിക് റോക്ക്, ഒറിജിനൽ റോക്ക്. ഓക്കെ, നീസ് ഫോം ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിൽ നിന്നുമാണ്. അതായത് ഗ്രാനൈറ്റിന് ഓൾട്രേഷൻ സംഭവിച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു റോക്കാണ് ഇത് നീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ലേറ്റ് എന്ന് പറയുന്നത് ഷെയിലിന് രൂപമാറ്റം സംഭവിച്ച് ഫോം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ക്വാർട്സൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റാമോർഫിക് റോക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ക്വാർട്സൈറ്റ് ഏതാണ്? സാൻഡ് സ്റ്റോണിന് ഓൾട്രേഷൻ സംഭവിച്ചിട്ട്, അതായത് അതിന്റെ ഒറിജിനൽ റോക്ക് എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോൺ ആണ്. ദെൻ ഫൈനലി മാർബിൾ ലൈം സ്റ്റോണിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇഗ്നിയസ് റോക്ക് ആണ് അല്ലെ. എന്ത് ഇൻട്രൂസീവ് ഒരു പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇഗ്നിയസ് റോക്കിൽ നിന്നുമാണ് നീസ് ഫോം ചെയ്തിട്ടുള്ളത്. ഷെയില്, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ എന്നൊക്കെ പറയുന്നത് സെഡിമെന്ററി റോക്സിൽ വരുന്നതാണ്. അപ്പൊ അവയിൽ നിന്നും എല്ലാം ഫോം ചെയ്തിട്ടുള്ളതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റാമോർഫിക് റോക്സ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മള് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. സിം എന്ന് ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞത്? സെഡിമെന്ററി റോക്സ് പറഞ്ഞു, ഇഗ്നിയസ് റോക്സ് പറഞ്ഞു, മെറ്റമോർഫിക് റോക്സും പറഞ്ഞു. ഇനി അടുത്തത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയറൻസിനനുസരിച്ചിട്ട് ഫിസിക്കലി അതെങ്ങനെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻസ് പറയുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് 3 രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് ഫോളിയേറ്റ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? സ്ട്രാറ്റിഫൈഡ്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെഡിമെന്ററി റോക്സിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് കാണപ്പെടും. അതായത് ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ആയിട്ട് നമുക്കതിനെ കാണാം, അതിനെ സ്പ്ലിറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ലെയർ ബൈ ലെയർ ആയതുകൊണ്ട് തന്നെ ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ stratified rocks show distinct layers along which the rocks can be easily split. നമുക്ക് ഈസിലി സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും, കാരണം ഓരോ ലെയേഴ്സ് ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ഉണ്ട് അതിന്. ഓക്കെ, അപ്പൊ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഓരോ ലെയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതിലൂടെ ഈസിലി അതിനെ സ്പ്ലിറ്റ് ചെയ്യാനും പോസിബിൾ ആണ്, ഈസിലി സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. എക്സാമ്പിൾസ് ആണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ഷെയിൽ എന്നൊക്കെ പറയുന്ന സെഡിമെന്ററി റോക്സ്. മോസ്റ്റ് ഓഫ് ദി സെഡിമെന്ററി റോക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സെഡിമെന്ററി റോക്സ് ആർ സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലേ. അപ്പൊ അതൊക്കെ തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. സെക്കൻഡ് ഈസ് അൺസ്ട്രാറ്റിഫൈഡ്. അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് അതിന് പ്രത്യേകമായിട്ടൊരു സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അതിനെ ഈസിലി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുമില്ല. കോമ്പാക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ വിച്ച് ഡു നോട്ട് ഷോ എനി സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു ലെയർ ബൈ ലെയർ അല്ലെ.
അപ്പൊ ലെയേഴ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തതാണ് ഏത് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്. മോസ്റ്റ് ഓഫ് ദ ഇഗ്നിയസ് റോക്സ് ആർ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. അതിൽ വരുന്നതാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, അതുപോലെ ട്രാപ്പ്. ഓക്കെ അപ്പൊ എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് മറന്നു പോവാതെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. തേർഡ് ടൈപ്പ് ഈസ് ഫോളിയേറ്റഡ്. ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയും. ഓക്കെ, വിച്ച് ക്യാൻ ബി സ്പ്ലിറ്റ് അപ്പ് ഓൺലി ഇൻ എ ഡെഫിനറ്റ് ഡയറക്ഷൻ. ഓക്കെ, വിച്ച് ഈസ് സ്പ്ലിറ്റ് അപ്പ് ഓൺലി ഇൻ എ ഡെഫിനറ്റ്, ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ മാത്രമാണ് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കാറ്റഗറിയാണ് ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത്. മാർബിളും ക്വാർട്സൈറ്റും എല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. മാർബിൾ ആൻഡ് ക്വാർട്സൈറ്റ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി സെഡിമെന്ററി റോക്സ് ആർ സ്ട്രാറ്റിഫൈഡ് റോക്സ്, മോസ്റ്റ് ഓഫ് ദ ഇഗ്നിയസ് റോക്സ് ആർ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്, മോസ്റ്റ് ഓഫ് ദി മെറ്റമോർഫിക് റോക്സ് ആർ ദി ഫോളിയേറ്റഡ് റോക്സ്. അപ്പൊ ജസ്റ്റ് അങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് കുറെ എക്സാമ്പിൾസ് അങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് ഫോളിയേറ്റഡ് ആർ ദി ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? മൂന്ന് രീതിയിൽ തന്നെ നമ്മൾ സാക്ക് എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറഞ്ഞല്ലേ, സിലീഷ്യസ് റോക്ക്, അർജിലേഷ്യസ് റോക്ക് ആൻഡ് കാൽക്കേരിയസ് റോക്സ്. സിലീഷ്യസ് ഇതിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവന്റിനനുസരിച്ചിട്ടാണ് കെമിക്കലി നമ്മൾ റോക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സിലീഷ്യസ് റോക്സിന്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവന്റ് എന്തായിരിക്കും? അതിന്റെ പേര് തന്നെയുണ്ട്, സിലിക്കയാണ് അല്ലെ. സിലിക്ക ഈസ് ദ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവന്റ്. അതിൽ വരുന്ന എക്സാമ്പിൾ സിലീഷ്യസ് റോക്സിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഗ്രാനൈറ്റ്, മറ്റൊന്ന് നീസ്, ദെൻ ക്വാർട്സൈറ്റ്. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള സിലീഷ്യസ് റോക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതായിരുന്നു? അർജിലേഷ്യസ് റോക്സ്. അർജിലേഷ്യസ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതാണ്? ക്ലേ ആൻഡ് അലൂമിന. ഓക്കെ, അലൂമിനിയം ക്ലേയും ആണ് അതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ്. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്ലേറ്റ്, ലാറ്ററൈറ്റ് ആൻഡ് കയലിൻ. ഇത്രയും എക്സാമ്പിൾസ് എങ്കിലും ഓർത്തിരിക്കുക. മെയിൻ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സ്ലേറ്റ്, ലാറ്ററൈറ്റ് ആൻഡ് കയലിൻ ആർ ദി എക്സാമ്പിൾസ് ഓഫ് അർജിലേഷ്യസ് റോക്സ്. ദെൻ തേർഡ് ടൈപ്പ് ഈസ് ഏതാണ്? കാൽക്കേരിയസ്. കാൽക്കേരിയസ് റോക്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം അതിന്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവൻസ്? കാൽക്കേരിയസ്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് ലൈം. പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് കാൽസ്യം കാർബണേറ്റും ലൈമും. എക്സാമ്പിൾസ് ലൈം സ്റ്റോണും മാർബിളും. ലൈം സ്റ്റോണും മാർബിളും ഒക്കെ കാൽക്കേരിയസ് സ്റ്റോൺസിന്റെ കാറ്റഗറിയിൽ വരുന്ന സ്റ്റോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, സിലീഷ്യസ് റോക്ക്, അർജിലേഷ്യസ് റോക്സ് ആൻഡ് കാൽക്കേരിയസ് റോക്സ് ആർ ദ കെമിക്കൽ ക്ലാസിഫിക്കേഷൻസ്. ആൻഡ് സിലീഷ്യസ് റോക്കില് സിലിക്കയാണ് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ്. അർജിലേഷ്യസില് ക്ലേ, പേര് അർജിൽ, അർജിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് ക്ലേ ആണ് അല്ലെ. അപ്പൊ ക്ലേ, അലൂമിന ആണ് അതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ്. കാൽക്കേരിയസിലാണെങ്കിൽ CO3, കാൽസ്യം കാർബണേറ്റും ലൈമും ആണ് അതിന്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇതിന്റെ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഗ്രാനൈറ്റ്, നീസ്, ക്വാർട്സൈറ്റ്സ് സിലീഷ്യസ് റോക്സിലും, സ്ലേറ്റ്, ലാറ്ററൈറ്റ്, കയലിൻ അർജിലേഷ്യസ് റോക്സിലും, ലൈംസ്റ്റോൺ, മാർബിൾ കാൽക്കേരിയസ് റോക്സിലും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് റോക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു കവർ ചെയ്തത്. നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഡെപ്ത് ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ട് ഇഗ്നിയസ് റോക്സിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും ആൻഡ് ഫൈനലി കെമിക്കൽ ക്ലാസിഫിക്കേഷനുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഇതുപോലെ എക്സാമ്പിൾസ് ഒക്കെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കുന്നതാണ്. അപ്പോൾ സ്റ്റോൺസ് എടുത്താൽ സ്റ്റോൺസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഭാഗമാണ് ഏത്? ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് അതുപോലെ ഇപ്പൊ ഇവിടെ നിന്നാണ് ഈ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ അടുത്തടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ.